ഹായ്, ചമയ വിളക്ക് ഷോപ്പിംഗ് വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. ഇത് ഞാൻ ഒറ്റ ട്രിപ്പായിട്ട് എടുത്ത വീഡിയോ അല്ല കേട്ടോ. ഒരുപാട് തവണ കൊച്ചു കൊച്ച് കുറെ പ്രോഡക്റ്റ് പർച്ചേസ് ചെയ്യാൻ പല തവണയായിട്ട് പോയത് എല്ലാം കൂടെ ചേർത്ത് ഞാൻ ഒരു വീഡിയോ ആയിട്ട് സെറ്റ് ചെയ്ത. ഒരുപാട് പേര് എനിക്ക് അതിൽ കമന്റ് ഇട്ടിരുന്നു, ഷോപ്പിംഗ് വീഡിയോ ഇടും, ഷോപ്പിംഗ് വീഡിയോ ഇടും. അതുകൊണ്ട് ഞാൻ ഇതെല്ലാം കൂടെ ചേർത്ത് ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടമാവും, നിങ്ങൾ പോയി കണ്ടു നോക്കേ. ആദ്യത്തെ ചമയ വിളക്കിന് വേണ്ടിയിട്ട് ആദ്യം ഞങ്ങൾ കോസ്റ്റ്യൂം എടുക്കാനായിട്ടാണ് പോയത്. ഞാനും ഹസ്ബൻഡും കുട്ടികളും ചേർന്ന് ആദ്യം ഫസ്റ്റ് ഒരു ഷോപ്പിൽ കയറി. അവിടെ കുറച്ച് നോക്കിയിട്ട് അവിടെ വേണ്ടത്ര കളക്ഷൻ ഇല്ല. അതുകൊണ്ട് ഞങ്ങൾ നെക്സ്റ്റ് വേറൊരു ഷോപ്പിലൂടെ പോയി. ഒരു നോർത്ത് ഇന്ത്യൻസിൻ്റെ ഒരു ഷോപ്പായിരുന്നു. അവിടെ അത്യാവശ്യം നല്ല കളക്ഷൻ ഉണ്ടായിരുന്നു. ഞങ്ങൾക്ക് വന്ന മെയിൻ പ്രശ്നം എന്താണെന്ന് അറിയുമോ? ഞങ്ങൾക്ക് യാതൊരു ഐഡിയ ഇല്ലായിരുന്നു അവന് എന്ത് ഡ്രസ്സ് എടുക്കണം, എങ്ങനത്തെ സ്റ്റിച്ച് ചെയ്യണം. ഞങ്ങളൊരു ഇഷ്ടപ്പെടുന്ന എടുക്കാം എന്നുള്ള ഒരു ധാരണയുടെ പുറത്തങ്ങ് ഇറങ്ങിയിട്ട് അവിടെ ചെന്ന് കുറേ തുണികൾ നോക്കിയിട്ട് അതിൽ ഇഷ്ടപ്പെട്ടത് നോക്കിയാണ് ഒരു ക്രീം ഷെയ്ഡ്, ഓഫ് വൈറ്റ് ഷെയ്ഡ് ഒരു സ്കേർട്ടും റെഡ് കളർ ബ്ലൗസിൻ്റെ തുണിയും എടുത്തു. അതിന് പറ്റിയ ഒരു റെഡ് കളർ ഷോളും എടുത്തു. കുറേ പേര് ഞങ്ങൾക്ക് പറഞ്ഞിരുന്നു ഈ അവൻ്റെ കോസ്റ്റ്യൂമിനെ കുറിച്ചുള്ളത് റിവീൽ എന്നൊക്കെ കമൻറ്റ് വന്നിരുന്നു. പക്ഷേ ഞങ്ങൾ അന്ന് തന്നെ അവൻ്റെ സ്റ്റിച്ച് ചെയ്യാൻ കൊടുത്തിരുന്നു. ഇതുവരെ കിട്ടിയിട്ടില്ല. നിങ്ങൾ കണ്ടില്ലേ ഈ വീഡിയോയിൽ ഞാനിങ്ങനെ അമ്പരന്ന് നോക്കിക്കൊണ്ടിരിക്കുന്നത് ഏതെടുക്കണം. ഒരേപോലെ ഒരേ കളറിലും ഒരേ മോഡലുകളിലും പല കളറുകളിലും ഒക്കെ ആയിട്ട് ഒരുപാട് കട്ട് പീസിനുള്ള തുണികൾ അവിടെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഞാനിങ്ങനെ ടെൻഷൻ അടിച്ച് നിൽക്കുക, എന്തെടുക്കണം, എന്ത് മാച്ചാവും, ഇത് ശരിയാവുമോ, എടുത്താൽ ഓക്കെ അല്ലാതെ വരുമോ എന്നുള്ള ടെൻഷനായിരുന്നു. അവിടെ ശരിക്കും നല്ല നല്ല തുണികളുണ്ടായിരുന്നു. നമുക്കെല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരുപാട് വെറൈറ്റി കളറുകളും ഒരുപാട് സ്റ്റോൺ വർക്കിൻ്റെയും അല്ലാത്ത പ്ലെയിൻ വർക്കിൻ്റെയും ഒക്കെ. എനിക്കാണെങ്കിൽ ഈ തുണികളെല്ലാം കൂടെ കണ്ടിട്ട് ഏതെടുക്കണം എന്നുള്ള ഓരോന്നെടുക്കുമ്പോഴും ഞാൻ വിചാരിക്കും ഇത് മതിയെന്ന്. ഏറ്റവും അവസാനം ഞാൻ വന്ന അന്നേരം മുതലേ ഒരു ക്രീം ഷെയ്ഡുള്ള ഒരു ഓഫ് വൈറ്റ് ഷെയ്ഡുള്ള ഒരു തുണിയിൽ പിടിച്ചുകൊണ്ടിരിക്കുക. എൻ്റെ മക്കളുമാർ പറഞ്ഞു, അമ്മ ഈ സ്കേർട്ടിന് കഴിഞ്ഞ പ്രാവശ്യവും ക്രീമാണ് എടുത്ത, ഈ പ്രാവശ്യം അമ്മ ക്രീം എടുക്കുന്ന സകല ലക്ഷണങ്ങളും കാണുന്നുണ്ടെന്ന്. എൻ്റെ ആഗ്രഹം എന്താണെന്നറിയാമോ? എൻ്റെ മോൻ ഒരുങ്ങി വരുമ്പോഴത്തേക്ക് നല്ല രാജകുമാരിയെ പോലെ ഇരിക്കണമെന്നായിരുന്നു എൻ്റെ ആഗ്രഹം. അതുകൊണ്ട് ഏത് തുണി കണ്ടാലും എനിക്ക് ഇതവന് മാച്ചാവോ, എങ്ങനെയുണ്ട് ആ ഒരു ടെൻഷനാണ് ആദ്യം തൊട്ടേ. ഇത് തച്ചാൽ അവന് സൂട്ടല്ലാതെ വരുമോ, സൂട്ടാവുമോ, ഇങ്ങനെ 100 ചിന്തകളായിരുന്നു അവിടെ നിന്നപ്പം. ഒരു മനസ്സിനകത്ത് ഇന്നതെന്ന് നമ്മൾ ഉറപ്പിച്ചിട്ടില്ലാത്തത് കൊണ്ടും ഇന്ന ഡിസൈൻ ചെയ്യണമെന്ന് അറിയാത്തത് കൊണ്ടുമാണ് ഈ ടെൻഷൻ മൊത്തം. പിന്നെ ഇന്നൊരു സംഭവം ഉണ്ടായി. എന്താണെന്ന് വെച്ചാൽ ഇന്നെനിക്കൊരു കോള് വന്നു. എന്നിട്ട് എന്നോട് ചോദിക്കുക, കൊറ്റംകുളങ്ങര ചമയ വിളക്കിന് ഒരുക്കുമോ നിങ്ങളുടെ ഷോപ്പിലെന്ന്. ഞാൻ കഴിഞ്ഞ 13 വർഷമായിട്ട് ഒരുക്കുന്ന ആളാണ്. എന്നെ വിളിച്ചിട്ട് ഇത്രയും വീഡിയോയും റീൽസും ഒക്കെ കണ്ടിട്ട് ഇപ്പോഴും ആൾക്കാർ ഒരുക്കുമോ എന്ന് ചോദിക്കുന്ന കേൾക്കുമ്പോൾ എനിക്ക് അത്ഭുതം വരാറുണ്ട്. അവസാനം ഞാനൊരു ക്രീം ഷെയ്ഡ് സ്കേർട്ടും എൻഡിൽ കസവും ആ തുണിക്കകത്ത് ഒരു ഗോൾഡൻ ഷെയ്ഡ് ഡോട്ടും ഉള്ളൊരു സ്കേർട്ടിൻ്റെ തുണി ആണ് ഞാൻ സെലക്ട് ചെയ്തത്. നിങ്ങൾ കണ്ടു നോക്കാം, സൂക്ഷിച്ച് നോക്കിയാൽ ആ പൊടി ബോള് പോലെ ഗോൾഡിൻ്റെ ഷെയ്ഡുണ്ട്. ഇത് കറക്റ്റായിട്ട് അറിയാൻ പറ്റും. സ്കേർട്ടിൻ്റെ തുണി എടുത്തതിന് ശേഷമേ അതിന് മാച്ചായ ഒരു ഷോള് തിരക്കി കുറേ നമ്മൾ ആ നെറ്റ് ടൈപ്പും ചെറിയ സ്റ്റോൺ വർക്കുള്ളതും ഒക്കെ കുറേ നോക്കിയിട്ട് എനിക്ക് അതൊന്നും എനിക്ക് അത്ര ഇഷ്ടപ്പെട്ടില്ല. ഷോളായിട്ട് തന്നെ അവിടെ കുറേ പല ടൈപ്പ് മെറ്റീരിയലിൻ്റെ ഉണ്ടായിരുന്നു. അതെല്ലാം ഞാൻ അവനെ തന്നെ വെച്ചിട്ട് ഷോള് ഇട്ട് നോക്കി. എനിക്ക് അത്രയ്ക്ക് അങ്ങോട്ട് ഇഷ്ടമായില്ല. അപ്പം പിന്നെ അതേ ഷെയ്ഡിലുള്ള ഒരു ഷിഫോൺ ഷോളാണ് ഏറ്റവും അവസാനം എടുത്തത്. അതിനകത്ത് വർക്കും സ്റ്റോൺ വർക്കോ ഒന്നും തന്നെ ഇല്ല. പ്ലെയിൻ ഒരു ഷിഫോൺ ഷോളാണ് എടുത്തത്. അത് എനിക്ക് തോന്നുന്നു ഞാൻ ചെക്ക് ചെയ്ത് നോക്കിയതിൽ ഏറ്റവും ബെറ്റർ അതായിരുന്നു എന്നാണ് എൻ്റെ മനസ്സിൻ്റെ തോന്നൽ. നിങ്ങൾ അവൻ ഒരുങ്ങിക്കഴിഞ്ഞ് കണ്ടിട്ട് പറയണം എങ്ങനെ ഉണ്ടായിരുന്നു എന്നുള്ളത്. നിങ്ങൾക്ക് കാണാൻ പറ്റും ആ വീഡിയോയ്ക്കകത്ത് ഞാൻ ആദ്യം ഒരു നെറ്റിൻ്റെ ഷോള് വെച്ച് നോക്കുന്നതും വർക്കുള്ള കുറേ ഷോളുകൾ അവന് വെച്ച് നോക്കുന്നത്. ആ വർക്കെല്ലാം കൂടെ വന്നിട്ട് ആ ഡ്രസ്സിന് ഹെവി ആണെന്ന് എൻ്റെ മൈൻഡിൽ തോന്നിയോണ്ടാണ് ഞാനത് എടുക്കാഞ്ഞത്. എന്നിട്ട് പ്ലെയിൻ ഷോള് തന്നെ ഞാൻ ഏറ്റവും അവസാനം സെലക്ട് ചെയ്തത്. അങ്ങനെ ഫൈനലി അവന് വേണ്ടിയിട്ട് ഒരു ക്രീം ഷെയ്ഡ് സ്കേർട്ടും ഒരു റെഡ് കളർ ബ്ലൗസിൻ്റെ പീസും
പിന്നെ ഒരു ഷിഫോൺ വൈറ്റ് കളർ ഓഫ് വൈറ്റ് ഷോളും എടുത്ത് അവിടുന്ന് ഞങ്ങൾ ഡ്രസ്സിൻ്റെ പർച്ചേസിങ് അവിടെ ക്ലോസ് ചെയ്തിട്ട് പിന്നെ ഞങ്ങൾ എറണാകുളമാണ് വിട്ടത്. ഞങ്ങൾക്ക് അടുത്ത പർച്ചേസിങ് എറണാകുളത്തായിരുന്നു. ഇനി നിങ്ങൾ ഇതിനകത്ത് കാണുന്ന വീഡിയോ എന്ന് പറയുന്നത് നമ്മൾ എറണാകുളത്ത് വെച്ചെടുത്ത വീഡിയോ ആണ്. നമ്മളെ ചമയവിളക്കിൻ്റെ ആവശ്യത്തിന് കുറേ പേര് നമുക്ക് ബുക്ക് ചെയ്തിരുന്നു. അവർക്ക് വേണ്ടിയിട്ട് കുറേ സാധനങ്ങൾ എടുത്തു. എൻ്റെ മോന് വേണ്ടിയിട്ടും അങ്ങനെ കുറേ എല്ലാവർക്കും കൂടെ വേണ്ടിയിട്ടുള്ള കളക്ഷൻ നോക്കാനാണ് എറണാകുളത്ത് നമ്മൾ പോയത്. അവിടെ ചെന്നിട്ട് കുറേ മേക്കപ്പിൻ്റെ സാധനം ഞാൻ എല്ലാ പ്രാവശ്യവും പുതിയ പ്രോഡക്റ്റ് എടുത്താണ് ഞാൻ മേക്കപ്പിന് ഒരുക്കാറുള്ളത്. ഐലാഷ്, ലെൻസ്, ഇതെല്ലാം മേക്കപ്പ് പ്രോഡക്റ്റ് ഉൾപ്പെടെ എല്ലാ ഫൗണ്ടേഷൻ ഉൾപ്പെടെ എല്ലാം പുതിയതാണ് ഞാൻ എല്ലാ പ്രാവശ്യവും എടുക്കാറുള്ളത്. കഴിഞ്ഞ പ്രാവശ്യം യൂസ് ചെയ്തിട്ട് വെച്ച ബാലൻസ് ഞാൻ പിന്നെ പിറ്റേ തവണ എടുക്കാറില്ല. ഞാൻ കുറേ ലാഷ് എടുത്തു, പിന്നെ ലെൻസ് കുറേ എടുത്തു. വിഗ് ആണെങ്കിൽ ഏതാണ്ട് 3 വിഗ് മാത്രമേ അവിടെ ആ ഷോപ്പിലുള്ളൂ. എറണാകുളത്ത് കുറേ ഷോപ്പിൽ ഞങ്ങൾ കയറി, വിഗ് എങ്ങും കിട്ടിയില്ല ഞങ്ങൾക്ക്. പിന്നെ ഞാൻ എൻ്റെ കയ്യിൽ ഇപ്പോൾ ഇരിക്കുന്ന വിഗ്ഗെല്ലാം ഞാൻ ചെന്നൈയിൽ നിന്ന് ക്ലാസ് അറ്റൻഡ് ചെയ്യാൻ പോയപ്പം എടുത്ത വിഗ്ഗുകളാണ് കുറേ ഇപ്പം എൻ്റെ കയ്യിലിരിക്കുന്നത്. എറണാകുളത്ത് കുറേ ഷോപ്പുകളിൽ ഞാൻ ചെന്നു, വിഗിന് വേണ്ടിയിട്ട് കിട്ടിയില്ല. പിന്നെ ഞാൻ എല്ലാം ലെൻസും ലാഷും എല്ലാം എടുത്തു. ഫൗണ്ടേഷൻ 3 ഷെയ്ഡ് വീതം 2-3 ടൈപ്പിൻ്റെ എടുത്തിട്ടുണ്ട്. പിന്നെ ബ്ലഷ്, ഹൈലൈറ്റർ, എല്ലാ പ്രോഡക്റ്റും ഞാൻ എടുത്തു. മേക്കപ്പ് ലോങ് ലാസ്റ്റ് ചെയ്യേണ്ട എല്ലാം കറക്റ്റ് ചെയ്ത് ഞാൻ അവിടുന്ന് എടുത്തിട്ടാണ് വന്നത്. പിന്നെ കുറേ ഓർണമെൻറ്റ്സ് എടുത്തായിരുന്നു, കുറേ എക്സ്റ്റൻഷൻസുകൾ എടുത്തായിരുന്നു. ഹെയറിനകത്ത് ചിലർ കുറച്ച് ഹെയറൊക്കെ മുടി വളർത്തിയിട്ട് വരുന്നവരുണ്ട്. അവർക്ക് എക്സ്റ്റൻഷൻ മാത്രം വെച്ച് കൊടുത്താൽ മതിയെന്ന് പറഞ്ഞ് വരുന്നവർക്കുണ്ട്. അങ്ങനെയുള്ളവർക്ക് വേണ്ടിയിട്ട് കുറേ എക്സ്റ്റൻഷൻ എടുത്തു. പിന്നെ നിങ്ങൾ കാണുന്നില്ലേ ഞാൻ എന്തൊക്കെ പർച്ചേസ് ചെയ്യുന്നുണ്ടെന്ന്. 2-3 ദിവസം മുമ്പേ എനിക്ക് കുറേ മെസ്സേജ് വന്നിരുന്നു നെയിൽ എക്സ്റ്റൻഷൻ ചെയ്യുമോ എന്ന് ചോദിച്ചിട്ട്. കഴിഞ്ഞ പ്രാവശ്യം കുറേ കസ്റ്റമർ ഫ്ലിപ്കാർട്ട്, നൈക്ക ഇതുപോലുള്ള ഏതൊക്കെയോ സൈറ്റുകളിൽ നിന്ന് ഒട്ടിച്ച 10 മിനിറ്റിനുള്ളിൽ ഇളകിപ്പോകുന്ന ടൈപ്പ് എക്സ്റ്റൻഷനുമായിട്ട് വന്ന് അത്യാവശ്യം ക്വാളിറ്റി ഉള്ളത് കിട്ടുന്നെങ്കിൽ നിങ്ങൾ മേടിച്ചോ, കുഴപ്പമില്ല. പക്ഷേ അങ്ങനെ കിട്ടുന്നില്ല, കൺഫേമായിട്ട് അത് നല്ലതല്ല, ആണോ അല്ലയോ എന്ന് ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ മേടിക്കേണ്ട. നമ്മുടെ സലൂണിൽ എക്സ്റ്റൻഷൻ ഉണ്ട്, അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ളതാണ് നമ്മുടെ കയ്യിലിരിക്കുന്നത്. നമ്മൾ ഇത്രയും നേരം നിന്ന ഈ ഷോപ്പില്ലേ, ഈ ഷോപ്പിൽ നിന്നായിരുന്നു കഴിഞ്ഞ വർഷം ആദ്യത്തിന് ഹെയർ എക്സ്റ്റൻഷനും നമ്മുടെ ഓർണമെൻറ്റ്സും എല്ലാം എടുത്തിരുന്നത്. ഇത്തവണ ഞങ്ങൾ ചെന്നപ്പം കുറച്ച് നേരത്തെ ആയി പോയെന്ന് തോന്നുന്നു. അവിടെ സ്റ്റോക്ക് എത്തിയിട്ടില്ല, ഹെയർ എക്സ്റ്റൻഷൻ കിട്ടിയില്ല ഞങ്ങൾക്ക്. അപ്പം സ്റ്റോക്ക് എത്തിയില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങൾക്ക് പിന്നെയും അവിടെ പോവാൻ ഒരു ദിവസം കൂടി പോവേണ്ടി വരും എന്ന് വെച്ചിട്ട് ഞങ്ങൾ ഷോപ്പിൽ കൂടെ കയറിയിട്ടാണ്. ഞങ്ങൾക്ക് അവിടെ നല്ല കളക്ഷൻ ഉണ്ടായിരുന്നു, കുറേ ഹെയർ എക്സ്റ്റൻഷൻസ് ഉണ്ടായിരുന്നു, ഓർണമെൻറ്റ്സിൻ്റെ നല്ല കുറേ കളക്ഷൻസ് ഉണ്ടായിരുന്നു. ആദ്യത്തിന് കുറേ എക്സ്റ്റൻഷൻ ഞങ്ങൾ വെച്ച് നോക്കി. കുറേ എണ്ണം നല്ലതായിരുന്നു. അതിൽ ഒരു 3 എണ്ണം ഞാൻ ഫിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. കാരണം എന്താണെന്ന് പറയട്ടെ, നല്ല ലെങ്ത് ഉള്ള മുടി വേണമെന്നാണ് എല്ലാവരും പറഞ്ഞത്. അങ്ങനെ ലെങ്ത് ഉള്ള ഒരു മുടിയും മാറ്റി വെച്ചു. അല്ലാതെ ഒരു ലെയർ കട്ടിൻ്റെ ടൈപ്പ് ഒരു ഹെയർ എനിക്ക് ഇഷ്ടപ്പെട്ടെടുത്ത് അങ്ങനെ 2-3 ഹെയർ മാറ്റി വെച്ചതിന് ശേഷം നമ്മുടെ വിളക്കിന് ബുക്ക് ചെയ്ത കുറേ പേർക്ക് എക്സ്റ്റൻഷൻ കൊടുക്കാമെന്ന് പറഞ്ഞായിരുന്നു. ആ ഹെയറും കൂടി ഞാൻ ഏതാണ്ട് 10ഓളം ഹെയർ അവിടുന്ന് തന്നെ എടുത്തു. എന്നിട്ട് നമ്മൾ ഓർണമെൻറ്റ്സ് ഉണ്ടല്ലോ, കുറേ ഓർണമെൻറ്റ്സ് നമുക്ക് വേണമല്ലോ, ഒരാളല്ലല്ലോ നമ്മുടെ അടുത്ത് ഒരുങ്ങാൻ വരുന്നത്. അങ്ങനെ കുറേ ചോക്കർ ടൈപ്പും ലോങ് ടൈപ്പും എല്ലാം കുറേ ഓർണമെൻറ്റ്സും അവിടുന്ന് എടുത്ത്. മോൻ്റെ കാര്യം പറയുവാണെങ്കിൽ മോന് ഒരു റെഡ് കളർ ഷോളാണ്, സ്കേർട്ട് വൈറ്റും ആയതുകൊണ്ട് റെഡ് കളർ ഓർണമെൻറ്റ്സ് എടുക്കാമെന്ന് കരുതി ഒരു ചോക്കർ ടൈപ്പ് മാല ഞാൻ ഒരു റെഡ് കളർ ചോക്കർ എടുക്കുകയും ഒരു നല്ല ലെങ്ത് ഉള്ളൊരു മാലയുണ്ടല്ലോ താഴെ വരെ നിൽക്കുന്ന അങ്ങനത്തെ ഒരു റെഡ് കളർ മാലയും എടുത്ത്. അത് എനിക്കിഷ്ടപ്പെട്ട് ഞാൻ എൻ്റെ ഇഷ്ടത്തിനാണ് എടുത്തത്. മോനും മോക്കും വെച്ച് നോക്കിയായിരുന്നു. അത് നന്നായിട്ട് അവർക്കും ഇണങ്ങിയെന്ന് കണ്ടപ്പോഴാണ് ഞാനത് സെലക്ട് ചെയ്തത്.
പിന്നെ ഈ വീഡിയോയുടെ ഒരു പ്രത്യേകതയുണ്ട്, അതെന്താണെന്ന് പറയട്ടെ. ഇത് പല ദിവസങ്ങളിൽ ഷോപ്പിംഗ് ചെയ്ത പല വീഡിയോസ്, വോയിസ് ഓവറും ഒക്കെ കൊടുത്ത പല വീഡിയോസ് ചേർത്താണ് ഈ വീഡിയോ ചെയ്തിരിക്കുന്നത്. ഞങ്ങളിത് പോസ്റ്റ് ചെയ്യണോ വേണ്ടയോ എന്ന് വെച്ചപ്പം കുറേ മെസ്സേജുകൾ വന്നു. ആദ്യത്തെ വിളക്കെടുപ്പിൻ്റെ ഔട്ട്ഫിറ്റിൻ്റെയൊക്കെ കാര്യങ്ങൾ വിശദമായിട്ട് പറയണമെന്ന് പറഞ്ഞ് കുറേ അധികം മെസ്സേജും കമൻറ്റും ഒക്കെ വരാൻ തുടങ്ങിയതിന് ശേഷം ഈ പലയിടത്ത് കിടക്കുന്ന ക്ലിപ്പെല്ലാം കൂടെ ചേർത്ത് ഇത് ഒരു വീഡിയോ ആയിട്ട് ചെയ്തത്. അപ്പം ഇതിനകത്ത് കുറേ കംപ്ലൈൻറ്റുകളും മിസ്റ്റേക്കുകളും ഒക്കെ ഉണ്ട്. നിങ്ങൾ അതൊക്കെ കണ്ടിട്ട് എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ ഒന്ന് ക്ഷമിച്ചേക്കണേ. പിന്നെ ഈ വീഡിയോ ഇടാൻ ഇത്രയും താമസിക്കുകയും ഇതിൻ്റെ ഒരു മെയിൻ പ്രോബ്ലം എന്ന് പറയുന്നത് ആദ്യത്തിന് എടുത്ത ഔട്ട്ഫിറ്റിൻ്റെ ഞാൻ എൻ്റെ ഇഷ്ടത്തിന് എടുത്തതാണെങ്കിലും ഇവിടെ പലർക്കും ഇഷ്ടപ്പെടാതെ വന്ന ആ ഔട്ട്ഫിറ്റ് ഒന്ന് മാറ്റേണ്ടി വന്നു. അതുകൊണ്ടാണ് ഇത് പോസ്റ്റ് ഇടണ്ടെന്ന് വിചാരിച്ചത്. പക്ഷേ എല്ലാവരും നിർബന്ധിച്ചതുകൊണ്ട് ഈ വീഡിയോ ഇടുക. ആദ്യത്തെ ഔട്ട്ഫിറ്റ് എന്തൊക്കെയാലും ഒരു സർപ്രൈസ് ആയിട്ടിരിക്കട്ടെ. നിങ്ങൾക്ക് ഒക്കെ ഇഷ്ടപ്പെടുമെന്ന് ഞാൻ കരുതുന്നു. ആദിത്യന് എടുത്ത ഡ്രസ്സ് അത്രയ്ക്ക് ഇവിടെ ഉള്ളവർക്ക് അങ്ങോട്ട് ഇഷ്ടപ്പെടാത്തത് കൊണ്ട് അതൊന്ന് ചേഞ്ച് ചെയ്യാമെന്ന് 2 ദിവസം മുമ്പാണ് തീരുമാനിച്ചത്. അതുകൊണ്ട് ഞങ്ങൾ പെട്ടെന്ന് എടുത്ത തീരുമാനമായതുകൊണ്ട് എനിക്ക് വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല. ഞങ്ങൾ പെട്ടെന്ന് കാര്യങ്ങളെല്ലാം ചെയ്തു. അത് കാരണം വീഡിയോയ്ക്കകത്ത് അത് ഉൾക്കൊള്ളിക്കാൻ പറ്റിയില്ല. പിന്നെ നമ്മുടെ ഇവിടെ മേക്കപ്പിന് വരുന്ന ആൾക്കാർക്ക് ഒരു ബുദ്ധിമുട്ടും ഉണ്ടാകരുതെന്ന് വെച്ച് ഞാൻ ഓരോ പർച്ചേസിങ്ങും കറക്റ്റായിട്ട് നല്ല ഷോപ്പ് നോക്കി സെലക്ട് ചെയ്ത് ആണ് ചെയ്തത്. പല ഷോപ്പുകളിൽ നിന്ന് പല ദിവസങ്ങളിലായിട്ട് എടുത്ത വീഡിയോസാണിത്. ഇത് അത്ര നന്നായിട്ടില്ലെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. എങ്കിലും നിങ്ങളിതൊന്ന് കണ്ടു നോക്ക്. ബൈ.